നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമെന്ന സൂചനകൾക്കിടയിൽ പാകിസ്ഥാൻ തലസ്ഥാന മേഖലയായ ഇസ്ലാമാബാദിലും സമീപ നഗരമായ റാവൽപിണ്ടിയിലും അസാധാരണമായ സുരക്ഷാ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ബലൂച്ചികൾ ഒരു വൻ ആക്രമണം തന്നെ നടത്താനുള്ള സാധ്യത പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ സൈനിക മേധാവിയും തള്ളിക്കളയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കൂടാതെ മറ്റു ഭീകര സംഘടനയും ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ രണ്ടാം ചർച്ച നടക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ. രണ്ടാം ഘട്ട അമേരിക്ക ഇറാൻ ചർച്ചകൾ ഈ പ്രദേശത്ത് നടക്കാനിടയുണ്ട് എന്ന റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങളും ഉയരുന്ന സാഹചര്യങ്ങളിലാണ് ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിക്കുകയും വ്യാപകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിച്ചിട്ടുള്ളത്. ഔദ്യോഗിക തീയതിയോ അന്തിമ സ്ഥിരീകരണമോ പുറത്തു വന്നിട്ടില്ലെങ്കിലും സംഭവ വികാസങ്ങൾ പ്രാദേശികവും ആഗോളവുമായ ശ്രദ്ധ നേടുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം റാവൽപിണ്ടി നഗരമൊട്ടാകെ 600-ലധികം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിദേശ പ്രതിനിധി സംഘങ്ങളുടെ വരവ് സാധ്യത കണക്കിലെടുത്താണ് ഈ നടപടി. പ്രധാന റോഡുകൾ, സൈനിക കേന്ദ്രങ്ങളോട് ചേർന്ന മേഖലകൾ, വിമാനത്താവളത്തിലേക്കുള്ള മാർഗങ്ങൾ, ഭരണകേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ സാധാരണയായി ഉയർന്ന തല നിയന്ത്രണ സന്ദർശനങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സമ്മേളനങ്ങൾ, അല്ലെങ്കിൽ അതീവ പ്രാധാന്യമുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ സാധാരണയായി സ്വീകരിക്കാറുള്ളത്. ഇസ്ലാമാബാദിനടുത്തുള്ള നൂർ ഖാൻ എയർബേസ്, ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുടെ പരിസര പ്രദേശങ്ങൾ പ്രത്യേക സുരക്ഷാ വലയത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ചില സെൻസിറ്റീവ് മേഖലകളിൽ പ്രവേശനം നിയന്ത്രിക്കുകയും വാഹന പരിശോധന ശക്തമാക്കുകയും മേൽക്കൂരകളിൽ വരെ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ചെയ്തതായാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ സ്ഥിര നിരീക്ഷണവും സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ദ്രുതഗതിയിൽ തന്നെ അതിനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവർത്തനം നടത്താനായിട്ട് റേഞ്ചേഴ്സിനെ അടക്കം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡുകളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ചില വ്യാപാര കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, പാർക്കുകൾ, മാർക്കറ്റുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ചെറിയ വ്യാപാരശാലകൾ എന്നിവ താത്കാലികമായി അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേക റൂട്ടുകളിൽ ഉടനീളമുള്ള കെട്ടിട ഉടമകൾക്കും സ്ഥാപനങ്ങൾക്കും അധിക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യ പാർക്കിംഗ് ഒഴിവാക്കുക, അനുമതിയില്ലാത്ത പ്രവേശനം തടയുക, സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഉടൻ അറിയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഈ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അടുത്തിടെ സജീവ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചതും സൈനിക നേതൃത്വം ഇറാനുമായി സമ്പർക്കം ശക്തമാക്കിയതുമായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശിക സംഘർഷ സാഹചര്യത്തിൽ ഇടനിലക്കാരന്റെ പങ്ക് വഹിക്കാൻ ഇസ്ലാമാബാദ് ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇതോടെ ഉയരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ നേരത്തെ നടന്നെങ്കിലും വ്യക്തമായ കരാറിലേക്ക് അത് നീങ്ങിയിരുന്നില്ല. ആണവ പരിപാടി, പ്രാദേശിക സുരക്ഷ, ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോഴും സങ്കീർണത സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നാൽ അതിന് സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയേക്കാൾ വലിയ പ്രാധാന്യമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പോലുള്ള മൂന്നാം രാജ്യങ്ങൾ വേദിയാകും എന്നൊരു കാര്യവും അതിന്റെ ആ വേദിയാകാൻ പോകുന്നു എന്നൊരു സാധ്യത അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചർച്ച പാകിസ്ഥാനിൽ നടന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം തന്നെ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ ഉണ്ടാകാതെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ലോക രാജ്യങ്ങളുടെ മുന്നിൽ തന്നെ ഷഹബാസ് ഷെരീഫും അതോടൊപ്പം തന്നെ അസീം മുനീറും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തല തന്നെ കുനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ആദ്യഘട്ട ചർച്ചയിൽ തന്നെ വലിയ രീതിയിലുള്ള ആദ്യഘട്ട ചർച്ചയിൽ തന്നെ വലിയ രീതിയിൽ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിന് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം നരേന്ദ്രമോദി തന്നെ ഇതിൽ ഇടപെടണമെന്നാണ് പല ലോകരാജ്യങ്ങളും അടക്കമുള്ള നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം മോദിയുടെ ഒറ്റ ഫോൺ കോളിൽ മാത്രമേ ട്രംപിനെ മെരുകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമേരിക്കൻ ട്രംപുമായുള്ള ഈ യുദ്ധത്തിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് ലോകത്തിലെ എല്ലാ നേതാക്കൾക്കും അറിയാം. പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ നടത്തുന്ന ഈ ചർച്ച വെറും ഒരു നാടകമായിട്ട് മാത്രമേ ലോകരാജ്യങ്ങളടക്കം വിലയിരുത്തുന്നുള്ളൂ.